ഹായ് ഹലോ. അപ്പം നമുക്ക് ഇന്നൊരു വ്ലോഗിലോട്ട് പോയാലോ? കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് വേറെ കണ്ടന്റ് ഒന്നും ഇല്ല, ഇനി സ്പെഷ്യൽ കണ്ടന്റുകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനിന്ന് വിചാരിച്ചു നമുക്ക് കുറച്ച് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഈ ട്രോഫിയൊക്കെ. അപ്പം അതൊക്കെ എങ്ങനെ എന്തിനൊക്കെ കിട്ടി എന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. എന്റെ സൗണ്ടിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, കാരണം ജലദോഷവും പനിയും ഒക്കെ ആയിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണും, ക്ഷമിക്കുക. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ഇതിപ്പം ഞാനിപ്പോ ഈ കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന ഒരു ഷോർട്സ് പുറകെ വരും. എനിക്ക് തോന്നുന്നു മേ ബി ഇത് ഇടുന്നതിന് മുന്നേ ചിലപ്പോൾ ഷോർട്സ് വരുമായിരിക്കും, കാരണം എനിക്ക് അതാണ് എഡിറ്റ് ചെയ്യാൻ എളുപ്പം. അപ്പം മേ ബി അതായിരിക്കും ആദ്യം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇടും എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിവേസ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇതാണ് ഒരു ഷെൽഫ്. ഓക്കെ, താഴെ ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അത് ടി വിയുടെ സ്റ്റാൻഡ് പോലെ ഒന്ന് ഫുള്ള് ചെയ്തേക്കാം. അപ്പം എങ്ങനെയാണ് ട്രോഫി വെച്ചേക്കുന്നത്? ഇത് ഒരു ഷെൽഫ്. താഴോട്ട് അങ്ങനെയൊന്നുമില്ല, താഴോട്ട് ജസ്റ്റ് ആക്രി സാധനങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു ഷെൽഫ്. ഓക്കെ, ഇതിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്, ഇത്രയും ട്രോഫീസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ദെൻ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൂട്ടം ട്രോഫീസ് ഉണ്ട്. കാരണം ഇതല്ല, ഇതിന്റെ മേലെയും ട്രോഫീസ് ചിലപ്പോൾ ചില വീട്ടുകളിൽ കാണുമായിരിക്കും. മേ ബി ഇതിപ്പം എന്റെ വീട്ടിലെ ട്രോഫീസ് എനിക്ക് കാണിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇതിൽ എവിടെ നിന്ന് എനിക്ക് തുടങ്ങണം എന്ന് എനിക്ക് അറിയത്തില്ല. ഇതിപ്പോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ വയ്ക്കുകയും വേണം. അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു കേരളോത്സവം ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇത് കേരളോത്സവത്തിനൊക്കെ കിട്ടിയതാണ്. ദെൻ ഇതിന്റെ ഇടയിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. അത് വന്നിട്ട് ഞങ്ങൾക്ക് ആദരവ് കിട്ടിയതാണ്. ആക്ച്വലി ഡാൻസ് ക്ലാസ് ഉള്ളത് കൊണ്ട് അവിടെ ഞങ്ങൾക്ക് ചില അമ്പലത്തിൽ നിന്നൊക്കെ ആദരവ് കിട്ടാറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ബാലവേല, അതായത് ജവഹർ ബാലഭവനിൽ നടന്ന ഒരു കോമ്പറ്റീഷന് പോയപ്പം കിട്ടിയതാണ്. അതിന്റെ പുറകെ ഇരിക്കുന്ന എല്ലാം കേരളോത്സവത്തിന് കിട്ടിയതാണ്. ഇത് എനിക്ക് കോളേജ് കലോത്സവത്തിന് കിട്ടിയതാണ്. ചേച്ചിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് കിട്ടിയതുകൊണ്ട്. അപ്പം അങ്ങനെ വേർതിരിക്കുന്നില്ല, കാരണം വേർതിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ എവിടെയൊക്കെ കിടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നെക്സ്റ്റ് ഇതിൽ ഫുൾ കേരളോത്സവത്തിന് കിട്ടിയതാണ്. അതിന്റെ ഫ്രണ്ടില് ബുദ്ധ ഇരിക്കുന്നത് അത് കേരളോത്സവത്തിന് കിട്ടിയതല്ല, പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. കേൾക്കാൻ വയ്യ, കാണാൻ വയ്യ, ചിന്തിക്കുന്നു, മിണ്ടാൻ വയ്യ, അങ്ങനത്തെ ഒരുപാട് ബുദ്ധൻ. അതിന്റെ മുകളിൽ ഇരിക്കുന്നതും കേരളോത്സവത്തിന് കിട്ടിയതാണ്. ഇപ്പുറത്തിരിക്കുന്നതൊക്കെ സ്കൂൾ ലെവലിൽ കളിച്ചപ്പോൾ കിട്ടിയതാണ്. ഈ റാക്കിലിരിക്കുന്ന എല്ലാം കേരളോത്സവത്തിന് കിട്ടിയതാണ്. ഇതിന്റെ ഇപ്പുറത്തിരിക്കുന്നത് റോട്ടറി ക്ലബിൽ നിന്ന് കിട്ടിയതുണ്ട്. പിന്നെ മോനിഷ ഡാൻസ് ഫെസ്റ്റിവൽ അപ്പം അതിന് കിട്ടിയതുണ്ട്. പുറകെ ഇരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കൊരു കാണാൻ വയ്യ, പൊക്കമില്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ്, ക്ഷമിക്കുക. ദെൻ ഇതും സ്കൂൾ കലോത്സവത്തിന് പോയപ്പോൾ കിട്ടിയതാണ്. അതിന്റെ മേലിൽ ഇരിക്കുന്നത് ഏകദേശം അതിനുള്ളത് തന്നെയാണ്. കൂടെ ഇരിക്കുന്നതൊക്കെ ആദരവ് കിട്ടിയതാണ്. അപ്പം ഇത് കംപ്ലീറ്റ്ലി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഗൈസ്, മോളിൽ ഇരിക്കുന്ന കേരളോത്സവം നിയമം, അതായത് നമ്മൾ ബ്ലോക്കിൽ പോയപ്പോൾ കിട്ടിയതാണ്. അതിന്റെ ഓവറോളും പിന്നെ എന്താ കലാതിലകം എല്ലാമാണ്. ഇത് വൺ, ഇത് 2, ഇത് 3. ഇതിന്റെ ഇടയ്ക്കിരിക്കുന്നത് ബെസ്റ്റ് ടീച്ചർ എന്നുള്ള പുരസ്കാരവും ബെസ്റ്റ് സ്കൂൾ എന്നുള്ള പുരസ്കാരമാണ്. ഇത് രണ്ട് അത് മോനിഷ ഡാൻസ് ഫെസ്റ്റിവൽ കിട്ടിയതാണ്. പിന്നെ ഈ ഇരിക്കുന്നതെല്ലാം മോനിഷ ഡാൻസ് ഫെസ്റ്റിവൽ കിട്ടിയതാണ്. നമ്മള് ഗ്രൂപ്പ് ഡാൻസ് ഐറ്റംസ് എല്ലാം ഇറങ്ങിയപ്പം ഓരോരോ ട്രോഫി വെച്ചാണ് കിട്ടിയത്. സോ അതെല്ലാം കൂടി ഇവിടെ അടുക്കി വെച്ചേക്കാം. താഴെ ഇരിക്കുന്നതും എനിക്ക് തോന്നുന്നു ഇത് മൂകാംബികന്ന് കിട്ടിയത്. ഇത് എനിക്ക് തോന്നുന്നു ആശ്രമത്തിൽ കളിക്കാൻ പോയപ്പോൾ കിട്ടിയത്. അതിന്റെ പുറകെ ഇരിക്കുന്നത് മൂകാംബികന്ന് കിട്ടിയത്. ഇത് പിന്നെ എന്റെ ഡിഗ്രിക്ക് കിട്ടിയതാണ്. ഇതും മൂകാംബിക കളിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. സോ അതാണ് ഈ റാക്ക്. നെക്സ്റ്റ് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയത്. ബാക്കിയെല്ലാം കേരളോത്സവത്തിന് പോയപ്പോൾ കിട്ടിയതാണ്. ഈ പുറകെ ഇരിക്കുന്നതെല്ലാം താഴോട്ട് വന്നാലും ഏകദേശം എല്ലാം കേരളോത്സവത്തിന് കിട്ടിയത് തന്നെയാണ്. ഇതെല്ലാം കേരളോത്സവത്തിന് കിട്ടിയതാണ്. അപ്പം ഇത്രയാണ് ഈ റാക്കിൽ വരുന്നത്. ഓക്കെ, അപ്പം 2 റാക്കും കംപ്ലീറ്റഡ് ആയി. അടുത്ത് നമ്മൾ ഈ ഷോക്കേസിലോട്ട് വന്നിരിക്കുകയാണ്. ഷോക്കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ കൊച്ചിലെ മുതൽ കിട്ടിയതുണ്ട്. അതായത് നമ്മൾ ഈ എന്താ പറയാ സ്പോർട്സ്
എന്താ പറയുക, മറ്റേ പയർ വറക്കല്, ബോട്ടിൽ ഫില്ലിങ്, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്, പണ്ടത്തെ കളികൾ. ആ കളികൾക്കൊക്കെ കിട്ടിയതാണ് ഈ ഇരിക്കുന്നതെല്ലാം. ഇതെല്ലാം അപ്പൊ കിട്ടിയതാണ് ഈ ട്രോഫീസ് എല്ലാം. ഇതെല്ലാം സ്കൂൾ തലത്തിൽ കിട്ടിയതാണ്. സ്കൂൾ തലത്തിൽ കിട്ടുന്നതൊന്നും മാറ്റി വെക്കാൻ പാടില്ലെന്നാണ്. സോ ഇതും അപ്പൊ കിട്ടിയതാണ്. ഇതെല്ലാം ഈ മോൾ ഇരിക്കുന്നതെല്ലാം ഇതും സ്കൂൾ തലത്തിൽ കിട്ടിയതാണ്. എവിടെ നിന്നൊക്കെ, എല്ലാം സ്കൂളിൽ നിന്ന് തന്നെയാണ്. നിർമ്മല ഭവൻ എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇത് ആർക്ക് കിട്ടിയതാണ്? ചേച്ചിക്കാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഈ ചേച്ചിക്കാണ് കിട്ടിയത്. ഇതും ചേച്ചിക്കാണ് കിട്ടിയത്. ഈ തോന്നുന്നു എല്ലാവരും എല്ലാം തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇതെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടിയതാ. ഇതും സ്കൂളിൽ നിന്ന് കിട്ടിയതാ. അതിനപ്പുറത്ത് ഫോട്ടോ വെച്ചേക്കുന്നത് കേട്ടോ, ഇതൊന്നും വിചാരിക്കരുത്. ഇത് ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാ. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാ. കേരളോത്സവത്തിന് പോയപ്പോ കിട്ടിയതാണ്. പിന്നെ ഇതെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടിയതാ. പുറകെ ഇരിക്കുന്നത് നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നു, ദൈവദശകത്തിന്റെ ഗിന്നസ് റെക്കോർഡിന് പോയത്. മൂന്നായിട്ട് ഗിന്നസ് റെക്കോർഡിൽ കയറിയതാണത്. അത് ഞാനും ചേച്ചി പോയാലും എൻ്റെ ഇതായിപ്പോയി പുറകെ ഇരിക്കും. പിന്നെ ഇതൊക്കെ കലോത്സവത്തിന്, ഇത് ഞങ്ങൾ എന്റെ ലാസ്റ്റ് കലോത്സവത്തിന് പോയപ്പോൾ കിട്ടിയതാണ്. കാസർഗോഡ് വെച്ച് നടന്ന കലങ്ങൾ വെച്ച് നടന്നതാണിത്. ഗ്രൂപ്പ് ഡാൻസ് സ്കൂൾ കലോത്സവം. ലാസ്റ്റ് അതൊക്കെ ഒരുപാടുണ്ട് കഥകൾ. പിന്നെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം പിന്നെ ഞാൻ ഇപ്പൊ പഠിച്ചത് നിങ്ങളെല്ലാം കണ്ടു കാണും. ഞാൻ മേക്കപ്പ് പഠിക്കാൻ അവിടെ നിന്ന് കിട്ടിയത് സർട്ടിഫിക്കറ്റ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇത് ചെയ്യാനും. ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയത്. ഇത് കേരളോത്സവം. മിക്കതും ഇത് കേരളോത്സവത്തിൽ കിട്ടിയതാണ്. പിന്നെ ഈ മെഡൽസ് ഒക്കെ DCL, പിന്നെ ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു A+ ഒക്കെ കിട്ടിയപ്പോ അവിടെ നിന്നൊക്കെ കിട്ടിയതാ. ഇതെല്ലാം SSLCക്ക് കിട്ടിയത്, SSLC +2 കിട്ടിയതാണ്. ഇത് DCL ഞാൻ മേടിച്ചതാണ്, അതുകൊണ്ട് ഇത്ര അന്തസ്സായിട്ട് പറയുന്നത്. ഇത് എനിക്ക് ചൈൽഡ് വെൽഫെയർ, പണ്ടൊക്കെ ചൈൽഡ് വെൽഫെയർ മെഡൽ തരുമായിരുന്നു. ഇപ്പോഴും അതാണെന്ന് തോന്നുന്നു, ഇതിനെ കുറിച്ച് അറിയത്തില്ല. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രൈസുകൾ. എനിക്ക് തോന്നുന്നു കുറവാണ്, പക്ഷെ ഇതിൽ നിന്ന് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ടൈപ്പ് ഒരുപാടുണ്ടായിരുന്നു, കൊടുത്തു. കാരണം ഒന്നിന്റെ അടപ്പില്ല, പിന്നെ കറുപ്പ് കളറ് കറുത്തുപോയി, അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു. സപ്പോസ് വീട് മാറിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒക്കെ എടുത്ത് കൊടുത്തു. പിന്നെ പറ്റുന്ന സാധനങ്ങളെല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. കാരണം ഒരു കൊച്ചു വീഡിയോ ആണ്. നമുക്ക് കിട്ടിയതായിട്ടുള്ള കുറച്ച് അവാർഡ്സും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തതാണ്. എന്റെ കോലം ഒരുമാതിരി ഇരിക്കുകയാണ്, കാരണം ഞാനത് അങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ച കാര്യമല്ല. പക്ഷെ പെട്ടെന്ന് വെച്ച് വേറെ കണ്ടന്റും കാര്യങ്ങളൊന്നും, ഞാൻ ഒരുപാട് നാളായി യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. സോ അതുകൊണ്ട് എന്റെ പുറകെ കാണുന്നുണ്ടോ എല്ലാം അവാർഡ്സുകളാണ്. സോ ഞാൻ ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നു ഇതിന്റെ ഒരു വീഡിയോ എടുക്കണം. ബട്ട് ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്. എനിവൈസ് ഇതെന്റെ ആദ്യത്തെ ഓൺ വോയിസ് ആണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഓൺ വോയിസ് ചെയ്തിട്ടില്ല. ഫുൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആണ് ഞാൻ ചെയ്യാറുള്ളത്. ബട്ട് ഇതെന്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പം ഇനി എന്റെ ഡേ ഇൻ മൈ ലൈഫ്, ഹോം ടൂർ, ഇതൊക്കെ ഒരുപാട് ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്ന സാധനം. ബട്ട് ടൈമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ബട്ട് ഞാൻ എടുക്കും. എങ്ങനെയെങ്കിലും ഇതുപോലത്തെ ഒരു ഒക്കേഷൻ കിട്ടുമ്പോൾ ഞാൻ എടുക്കും. അപ്പം ഒരുങ്ങിയെന്ന് വെച്ച് നിങ്ങളെ വിഷമിക്കണ്ട. എന്റെ ഒരു ഷോർട്സ് വരുന്നുണ്ട്, അത് ഞാൻ ഒരുങ്ങി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കോലം കുത്തി നിൽക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളു. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ. ഇതിന്ന് വലിയ കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നുണ്ട്. സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് പുറകെ. അപ്പം ബൈ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.